Hi students, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മൊഡ്യൂൾ 2 പാർട്ട് ബി റിവിഷൻ ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. First question, check whether set of all points on the plane x plus y minus 2z equal to 0 is a subspace of r raised to 3 under standard operation. Subspace ആണോ എന്ന് ചെക്ക് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് ഒരു വെക്റ്റർ സ്പേസിൻ്റെ W എന്ന് പറയുന്ന ഒരു സബ്സെറ്റ് V എന്ന് പറയുന്ന ഒരു വെക്റ്റർ സ്പേസിൻ്റെ സബ്സ്പേസ് ആവണമെന്നുണ്ടെങ്കിൽ മൂന്ന് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. ഫസ്റ്റ് കണ്ടീഷൻ സീറോ വെക്ടർ ഓഫ് V ഈസ് ഇൻ W, അതായത് വെക്ടർ സ്പേസ് വിയിലെ സീറോ വെക്ടർ Wയിലും സബ്സെറ്റ് ആയിട്ടുള്ള Wയിലും ഉണ്ടായിരിക്കണം. സെക്കൻഡ് കണ്ടീഷൻ W ഈസ് ക്ലോസ്ഡ് അണ്ടർ വെക്ടർ അഡീഷൻ ക്ലോസ്ഡ് ആയിരിക്കണം. ആൻഡ് W ഈസ് ക്ലോസ്ഡ് അണ്ടർ സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ. ഇങ്ങനെ ഈ മൂന്ന് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താലാണ് ഒരു സബ്സെറ്റ് ഒരു വെക്റ്റർ സ്പേസിൻ്റെ സബ്സ്പേസ് ആവുള്ളൂ. അപ്പോൾ നമുക്ക് W എന്ന് പറയുന്നത് ഈ എക്സ് പ്ലസ് വൈ മൈനസ് 2z ഈക്വൽ ടു 0 ക്വസ്റ്റിൽ തന്നിരിക്കുന്ന പ്ലെയിനിൽ വരുന്ന എല്ലാ സെറ്റ് ഓഫ് ഓൾ പോയിന്റിൻ്റെയും സെറ്റാണ് W എന്ന് പറയുന്നത്. സീറോ വെക്ടർ ഇൻ r⁻³ എന്താണ്? വെക്ടർ സ്പേസ് ആയിട്ട് തന്നിട്ടുള്ളത് എന്താ? r⁻3. അതിലെ സീറോ വെക്ടർ 0 0 0 ആയിരിക്കും. അപ്പോൾ ഈ സീറോ വെക്ടർ തന്നെ Wയിലും ഉണ്ടോ എന്ന് നോക്കണം. അതാണ് ഫസ്റ്റ് കണ്ടീഷൻ. ദ സീറോ വെക്ടർ ഓഫ് W ദാറ്റ് ഈസ് 0 0 0 ഈസ് ഇൻ W. അപ്പോൾ നമുക്ക് W എങ്ങനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്? എക്സ് പ്ലസ് വൈ മൈനസ് 2z ഈക്വൽ ടു 0 എന്നാണ്. അപ്പോൾ എക്സ് വൈ സെഡ് എന്ന് പറയുന്നത് 0 0 0 ആണ്. സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തുമ്പോൾ നമുക്ക് 0 തന്നെയാണ് കിട്ടുന്നത്. അതായത് സീറോ വെക്ടർ Wയിൽ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു. സെക്കൻഡ് കണ്ടീഷൻ W ഈസ് ക്ലോസ്ഡ് അണ്ടർ വെക്ടർ അഡീഷനെ ചെക്ക് ചെയ്യണം. അതിനായിട്ട് നമുക്ക് രണ്ട് വെക്ടേഴ്സ് കൺസിഡർ ചെയ്യാം. അഡീഷന് ആഡ് ചെയ്യണമെങ്കിൽ രണ്ട് വെക്ടർ വേണം. U എന്ന് പറയുന്നത് x1 y1 z1, V എന്ന് പറയുന്ന വെക്ടറാണ് x2 y2 z2. അത് സെറ്റ് Wയിലുള്ള രണ്ട് വെക്ടേഴ്സാണ്. സബ്സെറ്റ് Wയിലുള്ള രണ്ട് വെക്ടേഴ്സാണ് യുവും വിയും. നമുക്ക് എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്? എക്സ് പ്ലസ് വൈ മൈനസ് 2z ഈക്വൽ ടു 0 എന്നല്ലേ? ദാറ്റ് ഈസ് x1 പ്ലസ് y1 മൈനസ് 2z1 ഈക്വൽ ടു 0 ആയിരിക്കും. x2 പ്ലസ് y2 മൈനസ് 2z2 ഈക്വൽ ടു 0 ആയിരിക്കും. ഇനി സം ഓഫ് വെക്ടേഴ്സ് u പ്ലസ് വി എങ്ങനെ എഴുതാം? നമുക്ക് x1 പ്ലസ് x2 y1 പ്ലസ് y2 z1 പ്ലസ് z2. അതാണ് u പ്ലസ് വി. ഈ u പ്ലസ് വി Wയിലുണ്ടെങ്കിൽ സബ്സെറ്റിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? എക്സ് പ്ലസ് വൈ മൈനസ് 2z ഈക്വൽ ടു 0 എന്ന് എഴുതാം. ഇവിടെ x എന്ന് പറയുന്നത് എന്താണ്? x1 പ്ലസ് x2 ദാറ്റ് ഈസ് x1 പ്ലസ് x2 പ്ലസ് y എന്ന് പറഞ്ഞാൽ y1 പ്ലസ് y1 പ്ലസ് y2 മൈനസ് 2 ഇൻറ്റു z1 പ്ലസ് z2 ഈക്വൽ ടു, അതിനെ എനിക്ക് x1 പ്ലസ് y1 മൈനസ് 2z1 പ്ലസ് x2 പ്ലസ് y2 മൈനസ് 2z2 എന്ന് എഴുതിക്കൂടെ? തന്നിട്ടുണ്ട് x1 പ്ലസ് y1 മൈനസ് 2z1 0 ആണ്. x2 പ്ലസ് y2 മൈനസ് 2z2 ഈക്വൽ ടു 0. ദാറ്റ് ഈസ് 0 പ്ലസ് 0 ഈക്വൽ ടു 0. ദാറ്റ് ഈസ് u പ്ലസ് വി എന്ന് പറയുന്നത് Wയിലുണ്ട്. സോ W ഈസ് ക്ലോസ്ഡ് അണ്ടർ വെക്ടർ അഡീഷൻ ആണ്. ക്ലിയർ? അപ്പോൾ സെക്കൻഡ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്തു. ഇനി തേർഡ് കണ്ടീഷനാണ്. അതിന് സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ ആണ്. ക്ലോസ്ഡ് അണ്ടർ സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ. അപ്പോൾ u എന്ന് പറയുന്ന ഒരു വെക്ടർ എക്സ് വൈ സെഡ് കൺസിഡർ ചെയ്തു. അത് എക്സ് പ്ലസ് വൈ മൈനസ് 2z ഈക്വൽ ടു 0 ആയിരിക്കും അല്ലേ? വെക്ടർ Wയിലുള്ള ഒരു പോയിന്റ് ആണ്, ഒരു വെക്ടറാണ്. സി എന്ന് പറയുന്നത് ഒരു സ്കെയിലാറാണ്. സി ഇൻറ്റു യു എങ്ങനെ ആയിരിക്കും? CX, CY, CZ. ഇനി CU എന്ന് പറയുന്നത് Wയിൽ ഇൻക്ലൂഡഡ് ആണെങ്കിൽ എങ്ങനെ നമുക്ക് എഴുതാം? CX പ്ലസ് CY മൈനസ് 2CZ ഈക്വൽ ടു 0 എന്ന് എഴുതാം. C കോമൺ ആണ്, അത് ഔട്ട്സൈഡ് എടുത്താൽ എക്സ് പ്ലസ് സി ഇൻറ്റു എക്സ് പ്ലസ് വൈ മൈനസ് 2Z. ദാറ്റ് ഈസ് എക്സ് പ്ലസ് വൈ മൈനസ് 2Zൻ്റെ വാല്യൂ എന്താ? 0 ആണ്. C ഇൻറ്റു 0 ഈക്വൽ ടു 0. അപ്പോൾ CU ഇന്ന് Wയിലുണ്ട്. അപ്പോൾ W ഈസ് ക്ലോസ്ഡ് അണ്ടർ സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ. അപ്പോൾ W എന്ന് പറയുന്ന ആ മൂന്ന് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്തു. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം W ഈസ് എ സബ്സ്പേസ് ഓഫ് r⁻3. ഓക്കെ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഷോ ദാറ്റ് ദ സെറ്റ് ഓഫ് വെക്ടേഴ്സ് 1 3 മൈനസ് 1 2 3 3 3 0 മൈനസ് 1 ഫോംസ് എ ബേസിസ് ഓഫ് r⁻3. മൂന്ന് വെക്ടേഴ്സ് തന്നിട്ടുണ്ട്. അത് r⁻3 ഒരു ബേസിസ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. അതായത് ബേസിസ് ആവാനുണ്ടെങ്കിൽ അത് ആ തന്നിരിക്കുന്ന വെക്ടേഴ്സ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും ആൻഡ് സ്പാൻസ് r⁻3. അപ്പോൾ നമുക്ക് ഇക്വേഷൻ നോക്കാം. അതായത് ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതാൻ പറ്റുന്നതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എ ഇൻറ്റു ആ ഗിവൺ വെക്ടർ പ്ലസ് ബി ഇൻറ്റു അനദർ വെക്ടർ സി ഇൻറ്റു അനദർ വെക്ടർ ഈക്വൽ ടു 0 0 0 ലീനിയർ ഇക്വേഷൻ, ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? a പ്ലസ് 2b പ്ലസ് 3c ഈക്വൽ ടു 0. ദെൻ സെക്കൻഡ് വെക്ടേഴ്സ് സെക്കൻഡ് കോർഡിനേറ്റ് 3a പ്ലസ് 3b പ്ലസ് 0c ഈക്വൽ ടു 0 മൈനസ് a പ്ലസ് 3b പ്ലസ് മൈനസ് c ഈക്വൽ ടു 0. അങ്ങനെ മൂന്ന് ഇക്വേഷൻ വന്നു. ഇതിനെ ഗോസ് എലിമിനേഷൻ മെത്തേഡ് വഴി എലിമിനേറ്റ് ചെയ്യാം, സിംപ്ലിഫൈ ചെയ്യാം. അപ്പോൾ മെട്രിക്സ് ഫോമിൽ എഴുതുകയാണെങ്കിൽ ഈ കോഎഫിഷ്യൻസ് മാത്രം എടുത്ത് എഴുതിയ 1 2 3
3 3 0 -1 3 -1 അങ്ങനെയാണ് ഇക്വേഷൻ വന്നത്. ഓഗ്മെന്റഡ് മെട്രിക്സ് ആയിട്ട് ഈ 0 0 0യും കൂടി ചേർത്ത് എഴുതി. ഇനി നമ്മൾ ഇതിനെ ഗോസ് എലിമിനേഷൻ മെത്തേഡിൽ എന്താ ചെയ്യുക? ഫസ്റ്റ് എലമെന്റ് 1 ആയിരിക്കണം. ഫസ്റ്റ് റോ ഫസ്റ്റ് കോളത്തിലെ എലമെന്റ് 1 ആയിരിക്കണം. സെക്കൻഡ് റോ ഫസ്റ്റ് കോളത്തിലെ എലമെന്റ് 0 ആയിരിക്കണം. ഈ എലമെന്റും 0 ആയിരിക്കണം. ഇവിടെ 1 ആയിരിക്കണം. അതായത് സെക്കൻഡ് റോ സെക്കൻഡ് കോളത്തിലെ എലമെന്റ് 0 ആയിരിക്കണം. അതിന് തൊട്ട് താഴെയുള്ള എലമെന്റ് ഇത് എലമെന്റ് 1 ആയിരിക്കണം. സോറി, സെക്കൻഡ് റോ സെക്കൻഡ് കോളത്തിലെ എലമെന്റ് 1 ആയിരിക്കണം. അതിന് തൊട്ട് താഴെ 0 വരണം. അത്രയാണ് ഇപ്പോൾ നമുക്ക് ഈ മെട്രിക്സിൽ ചെയ്യാനുള്ളൂ. അപ്പോൾ നമുക്കത് നോക്കാം. ഓൾറെഡി ഇതിൽ 1 ആയ കാരണം ഇവിടെ വേറെ ഓപ്പറേഷൻ ഒന്നും ചെയ്യാനില്ല. ഇനി നമുക്ക് ഈ 3 എന്നുള്ള ടേം 0 ആക്കണം. 3 എന്നുള്ള ടേം 0 ആക്കാൻ എന്താ ചെയ്യുക? അപ്പോൾ നോക്കുമ്പോൾ ഇവിടെ 3 3 0 0. അപ്പോൾ എനിക്ക് തോന്നി 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഇവിടെ 1 1 വരും. അപ്പോൾ കാൽക്കുലേഷൻ സിംപ്ലിഫൈ എളുപ്പം ഒന്നുകൂടി ചെറുതാവും. അതിനുവേണ്ടി ഞാൻ R2നെ R2 ഡിവൈഡഡ് ബൈ 3 ചെയ്തു. അപ്പോൾ 1 1 0 0 ആയി. അത് കഴിഞ്ഞിട്ട് R2നെ എങ്ങനെ ചേഞ്ച് ചെയ്തു? 1 -1 0 വരില്ലേ? ദാറ്റ് ഈസ് R2 ചേഞ്ചസ് ടു R2 - R1. അപ്പോൾ 0 -1 -3 0 വരും. ഇനി R3 ചേഞ്ചസ് ടു, ഇത് 0 ആണെങ്കിൽ ഫസ്റ്റ് റോ ആയിട്ട് ആഡ് ചെയ്താൽ മതി. R3 ചേഞ്ചസ് ടു R3 + R2 ദാറ്റ് ഈസ് 1 + -1 അത് 0 2 + 3 5 3 -1 2 0. അപ്പോൾ ഇവിടെ ഈ ടേം 0 ആയി. ഇനി സെക്കൻഡ് കോളം കൺസിഡർ ചെയ്താൽ ഇവിടെ 5 എന്നുള്ള ഈ എലമെന്റ് 0 ആക്കണം. അതിന് R3 + 5 R2 ചെയ്തു. അപ്പോൾ 5 + -5 എന്ന് പറയുമ്പോൾ 0 വരും. 2 + 5 × 3 -15. അപ്പോൾ 2 അതായത് -13 വരും. ഇനി സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് സൊല്യൂഷൻ കിട്ടും അല്ലേ? ഈക്വേഷനിൽ നിന്ന് -13 C = 0 ആണ്. അപ്പോൾ C 0 ആയിരിക്കും. -B - 3C = 0 B 0 ആണ്. A + 2B + 3C = 0 Bയും Cയും 0 ആണെങ്കിൽ Aയും 0 ആയിരിക്കും. അപ്പോൾ ഇതാണ് ഈ സിസ്റ്റത്തിൻ്റെ ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത്. എല്ലാം A സീറോസ് ആണ്. അതായത് വെക്ടേഴ്സ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. നമ്മൾ ഇങ്ങനെ വെക്ടർ ഫോമിൽ നമുക്കിങ്ങനെ വെക്ടേഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതുക. എന്നിട്ട് ABCയുടെ വാല്യൂസ് ഗോസ് എലിമിനേഷൻ മെത്തേഡ് വഴി കണ്ടുപിടിക്കുക. അത് സീറോസ് ആണ് കിട്ടണമെന്നുണ്ടെങ്കിൽ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്? ഇറ്റ് ഇംപ്ലൈസ് വെക്ടേഴ്സ് ആർ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ചാൽ R⁻³ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന വെക്ടർ സ്പേസ്. നമുക്ക് 3 ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് വെക്ടേഴ്സും ഉണ്ട്. അപ്പോൾ എന്ത് പറയാം? ഓട്ടോമാറ്റിക്കലി സ്പാൻ R⁻³ ഓക്കെ. അപ്പോൾ ഈ 3 വെക്ടേഴ്സും സ്പാൻ R⁻³ ആണ്. അപ്പോൾ ദ സെറ്റ് ഓഫ് വെക്ടേഴ്സ് തന്നിരിക്കുന്ന vectors form a basis of R⁻³ because the vectors are linearly independent and span R⁻³. Then next question, check whether the vector 1 - 2 2 can be written as a linear combination of the vectors in the set 1 2 3 0 1 2 -1 0 1. നമുക്ക് എന്താ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? തന്നിരിക്കുന്ന ഈ വെക്ടറിനെ തന്നിരിക്കുന്ന ഈ 3 വെക്ടേഴ്സിൻ്റെ ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതാൻ പറ്റുമോ എന്നാണ്. അപ്പോൾ തന്നിരിക്കുന്ന വെക്ടറാണ് 1 - 2 2. സെറ്റ് ഓഫ് വെക്ടേഴ്സ് ആണ് 1 2 3 വെക്ടർ V1 വെക്ടർ V2 0 1 2 വെക്ടർ V3 -1 0 1. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് സ്കെയിലാർ ABC ആണ്. അതായത് നമുക്ക് ഇതിനെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതുന്നത് AB1 + BB2 + CB3 = V ആണ്. V1 V2 V3 സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തിയ A × 1 2 3 + B × 0 1 2 + C × -1 0 1 = 1 - 2 2. ഇതിൽ നിന്ന് നമുക്ക് സെറ്റ് ഓഫ് ഇക്വേഷൻ കിട്ടും. കോഎഫിഷ്യൻസ് എഴുതിയതാണ്. A + 0B - C = 1 2A + B + 0C = -2 3A + 2B + C = 2. അപ്പോൾ ഗോസ് എലിമിനേഷൻ മെത്തേഡ് വഴി കോഎഫിഷ്യൻസ് എടുത്ത് എഴുതിയ ഒരു മെട്രിക്സ് അങ്ങനെ ഫോം ചെയ്തു. ഓഗ്മെന്റഡ് മെട്രിക്സ് ആണ്. റിസൾട്ട് 1 കോൺസ്റ്റൻസ് ആയ 1 - 2 2 ഒക്കെ അവിടെ എടുത്ത് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഗോസ് എലിമിനേഷൻ മെത്തേഡിൽ ഫസ്റ്റ് എലമെന്റ് 1 ആണ്. അപ്പോൾ അത് 1 ആണ് വരേണ്ടത്. അത് 1 തന്നെ ഉണ്ട്. സെക്കൻഡ് 2 എന്നുള്ള എലമെന്റ് 0 ആക്കണം. ഇവിടുത്തെ 3യും 0 ആക്കണം. ഇത് 2 0 ആക്കാൻ എന്ത് ചെയ്തു? R2 ചേഞ്ചസ് ടു R2 - 2 R1 ചെയ്തു. 3 0 ആക്കാൻ R3 ചേഞ്ചസ് ടു R3 - 3 R1 ചെയ്തു. അപ്പോൾ നമുക്ക് കിട്ടിയ മെട്രിക്സ് ആണ് 1 0 -1 1 0 1 2 -4 0 2 4 -1. ഇനി നമുക്ക് വേണ്ടത് ഈ തേർഡ് റോയിലെ സെക്കൻഡ് കോളത്തിലുള്ള എലമെന്റ് ഈ 2 എന്ന് പറയുന്ന എലമെന്റ് 0 ആക്കണം. അതിനെ R3 ചേഞ്ചസ് ടു R3 - 2 R2 ചെയ്തു. അപ്പോൾ RO 0 0 0 7 ആയി. അപ്പോൾ നമുക്ക് നോക്കൂ, ഇതിൽ നിന്ന് നമുക്ക് റിസൾട്ട് കിട്ടും അല്ലേ? 0 = 7 വരും. അതായത് 0C = 7 ദാറ്റ് ഈസ് അത് ആൻസർ ഇറ്റ് ഈസ് നോട്ട് ട്രൂ അല്ലേ? 0C = 7 നമുക്ക് എഴുതാൻ പറ്റുമോ? ഇല്ല. C എന്ന് പറയുന്നത് ഏത് വാല്യൂ കൊടുത്താലും 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0 ആയിരിക്കും ആൻസർ വരിക. പക്ഷെ ഇവിടെ വരുന്നത് 7 ആണ്. അതായത് ABCയുടെ ഏത് വാല്യൂസും ഈ
does not satisfy the system of equation. അതായത് എ ബി സിക്ക് ഏത് വാല്യൂ കൊടുത്താലും ഈ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. അപ്പോൾ അതിന് നമുക്ക് ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതാൻ പറ്റില്ല എന്നാണ് അത് കാണിക്കുന്നത്. That is, the vector 1 minus 2 2 cannot be written as a linear combination of the vectors in the set 1 2 3 0 1 2 and minus 1 0 1. Okay. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Given b equal to 1 3 minus 2 minus 2 and b dash equal to minus 12 0 minus 4 4 are two bases of R square. Find transition matrix from b dash to b. നമുക്ക് രണ്ട് സെറ്റ് തന്നിട്ടുണ്ട് അല്ലെ, സെറ്റ് ഓഫ് വെക്ടേഴ്സ് തന്നിട്ടുണ്ട്. ഈ സെറ്റ് ഓഫ് വെക്ടേഴ്സ് എന്ന് പറയുന്നത് ആർ സ്ക്വയറിൻ്റെ ബേസിസ് ആണ്. അങ്ങനെയാണെങ്കിൽ ബി ഡാഷ് ടു ബിയിലോട്ടുള്ള ട്രാൻസിഷൻ മെട്രിക്സ് കണ്ടുപിടിക്കണം. അപ്പോൾ അങ്ങനെ ട്രാൻസിഷൻ മെട്രിക്സ് കണ്ടുപിടിക്കണമെങ്കിൽ എന്താ ചെയ്യുക, ആദ്യം തന്നിരിക്കുന്ന ബേസിസ് ആയിട്ടുള്ള വെക്ടേഴ്സിനെ എടുത്തെഴുതി അപ്പോൾ ഈ മെട്രിക്സ് ബി ഡാഷ് എന്ന് പറയുന്ന ഫോമാറ്റിൽ എഴുതുക. ബി എന്ന് പറയുന്നത് 1 3, അത് കോളം വെക്ടറായിട്ടാണ് എഴുതേണ്ടത്. 1 3 താഴോട്ട് 1 3 -2 -2 താഴോട്ട് -2 -2. Then b ഡാഷിൽ -12 0 -12 0 -4 4 0 -4 4 -4 4. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്, ഇവിടെ ഈ ഫസ്റ്റത്തെ മെട്രിക്സിൽ ഫസ്റ്റത്തെ 2x2 മെട്രിക്സ് ഇതിനുള്ളിലത്തെ ആ 2x2 മെട്രിക്സിനെ ഐഡന്റിറ്റി മെട്രിക്സ് ആക്കി മാറ്റുകയാണ്. ഐഡന്റിറ്റി മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താ, ഡയഗണൽ എലമെന്റ്സ് 1ഉം ബാക്കി എലമെന്റ്സ് എല്ലാം 0 ആയിരിക്കും. അപ്പോൾ ഫസ്റ്റത്തെ ഡയഗണൽ എലമെന്റ് 1 ആണ്, സെക്കൻഡ് ഈ എലമെന്റ് 4 എന്നുള്ളതും 1 ആക്കണം. അതിന് നമ്മൾ എന്ത് ചെയ്തു, R2 എന്ന് പറഞ്ഞ റോനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ അതും 1 ആയി. ഇനി എനിക്ക് -2 എന്ന് പറയുന്നത് 0 ആക്കണം. -2 എങ്ങനെ 0 ആക്കും, R1 ചേഞ്ചസ് ടു പ്ലസ് R1 + 2R2 ചെയ്താൽ മതി. അപ്പോൾ 1 0 6 4 0 1 9 4 എന്ന് വരും. അപ്പോൾ നോക്കൂ, ഈ I2 ഇവിടുത്തെ ആദ്യത്തേത് 2x2 ഐഡന്റിറ്റി മെട്രിക്സ് ആയി അല്ലേ. അപ്പോൾ കറസ്പോണ്ടിങ്ങിൽ നമുക്ക് കിട്ടുന്നത് ഇവിടുത്തെ ലാസ്റ്റ് എൻഡിൽ കിടക്കുന്ന 2x2 മെട്രിക്സ് ആയിരിക്കും ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ള ട്രാൻസിഷൻ മെട്രിക്സ് ഫ്രം ബി ഡാഷ് ടു ബി. ഓക്കെ, അപ്പോൾ അതിൻ്റെ വാല്യൂ എന്താണ്, മെട്രിക്സ് 6 4 9 4 ആണ് ആൻസർ. അതാ ട്രാൻസിഷൻ മെട്രിക്സ് ഫ്രം ബി ഡാഷ് ടു ബി ഈസ് മെട്രിക്സ് 6 4 9 4. ഓക്കെ ഓക്കെ അപ്പോൾ നമ്മളിത് പാർട്ട് ബിയിലെ മൊഡ്യൂൾ 2ലെ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. പാർട്ട് എയിലെ മൊഡ്യൂൾ 2ലെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. ഇത് പാർട്ട് ബിയിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, സബ്സ്പേസ് ചെക്ക് ചെയ്യുക, എങ്ങനെയാണ് സബ്സ്പേസ് ചെക്ക് ആണോ എന്ന് ചെക്ക് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ വന്നു. പിന്നെ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ, ബേസിസ് ആണോ എന്ന് ചെക്ക് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ, ട്രാൻസിഷൻ മെട്രിക്സിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരുന്നു. നിങ്ങൾക്കെല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.